പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേസിൻ്റെ സൈഡിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 16-നും 29 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കന്മാർക്കും അതുപോലെ തന്നെ യുവതികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൂടാതെ ഇതിൻ്റെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 716 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് 10ാം ക്ലാസ് യോഗ്യത മുതലാണ് യോഗ്യത പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഒരുപക്ഷെ നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഹിന്ദിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ലോക്കൽ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോക്കൽ വെബ്സൈറ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് തന്നെ WCR അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. 716 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി 716 ആണ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 716 ആണ് ഇതിന്റെ വേക്കൻസി പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒക്കെയാണ്. നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് മാർച്ച് 26-നാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30, 2021 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇനി സിറ്റി കോട്ടയാണ്, രാജസ്ഥാനിലുള്ള കോട്ടയിലാണ് ഈ റിക്രൂട്ട്മെന്റ് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേസിന്റെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിലെ കോട്ട വരിക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെക്കൻഡറി ഓർ അതർ ക്വാളിഫിക്കേഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അടുത്തതായിട്ട് പോസ്റ്റുകൾ നോക്കാം. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് 135 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. ഫിറ്റർ, വെൽഡർ, പെയിന്റർ, മെസൺ, കാർപ്പന്റർ, പ്ലംബർ, ബ്ലാക്ക് സ്മിത്ത്, വയർമാൻ 50 പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 10 പോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് മെഷീനിസ്റ്റ് 5 പോസ്റ്റ്, ടേർണർ 2 പോസ്റ്റ്, ലാബ് അസിസ്റ്റന്റ് 2 പോസ്റ്റ്, ക്രെയിൻ അസിസ്റ്റന്റ് 2 പോസ്റ്റ്, ഡ്രാഫ്റ്റ്സ്മാൻ 5 പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ എലിജിബിലിറ്റി പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ITA പഠിച്ചിട്ടുള്ള വ്യക്തികൾ, അതായത് ഈ ഒരു ട്രേഡുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള ITA പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 15-നും 24 വയസ്സിനും ഇടയ്ക്കാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ റിലാക്സേഷനും ഷുവറായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 9 ഏപ്രിൽ 2021 അടുത്തതായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീയുടെ ഡീറ്റെയിൽസ് ആണ്. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലിങ്കും അതുപോലെ തന്നെ ഈ ഒഫീഷ്യൽ PDF-ന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഫീ 170 രൂപയാണ്. ജനറൽ കാൻഡിഡേറ്റിന് മാത്രം ഫീ അടച്ചാൽ മതിയാകും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.